അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് കുട്ടി. വിദേശത്ത് നിന്ന് മരുന്ന് എത്തിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ഇപ്പോൾ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? വിദേശത്ത് നിന്ന് മരുന്ന് എത്തിക്കാനുള്ള ശ്രമം ഇവിടെ വരെയായി രാഹുൽ? ഉന്മേഷ്, മൂന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇത് തന്നെയാണ്, ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കുട്ടിയുള്ളത്. അതിനിടെ ഇന്ന് രാവിലെ അല്പം പുരോഗതി കുട്ടിയുടെ ആരോഗ്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയി എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന 6 പേരുടെ വിദഗ്ധ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ആ 6 പേരുടെ അടങ്ങുന്ന വിദഗ്ധ സംഘമാണ് നിലവിൽ കുട്ടിയുടെ ചികിത്സാ നടപടിക്രമങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, മൂന്നിയൂർ പ്രദേശത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും പറയുന്നത്. ഇന്നലെ തന്നെ ഈ പ്രദേശത്ത് വേണ്ട രീതിയിലുള്ള ബോധവത്കരണം നൽകിയിരുന്നു. ഈ രോഗം പടർന്നു എന്ന് പറയുന്ന ഈ കുളിക്കടവിൽ ഉൾപ്പെടെ ഇറങ്ങുന്നതിന് നിരോധനമുണ്ട്. മാത്രമല്ല, ബോധവത്കരണ നടപടിക്രമങ്ങൾ ഇപ്പോഴും ആ പ്രദേശത്ത് പുരോഗമിക്കുകയാണ്. ഇപ്പോഴും പ്രതിസന്ധിയായി തുടരുന്നത് ഈ മരുന്ന് കേരളത്തിൽ എത്തിക്കാൻ കഴിയാത്തതാണ്. ജർമ്മനി ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലാണ് ഈ മരുന്നുള്ളത്. അതിൽ 6 മരുന്നുകളാണ് ആകെ വേണ്ടത്. അതിൽ 5 മരുന്നുകൾ ഇന്ത്യയിൽ തന്നെ ലഭ്യമാണ്. അതിൽ 1 മരുന്നാണ് ജർമ്മനിയിൽ ഉൾപ്പെടെയുള്ളത്. അത് അവിടെ നിന്ന് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. അതുടൻ തന്നെ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പും ഉള്ളത്. ഉന്മേഷ്, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.